നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ 3 അധ്യാപകരെ ലഹരി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. പുതിയ തലമുറയ്ക്ക് മൂല്യാവബോധം പകർന്നു നൽകേണ്ട അധ്യാപകർ എതിർസാക്ഷ്യമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആർക്കും പൊറുക്കാനാവാത്ത വീഴ്ചയാണ് ഈ അധ്യാപകർക്ക് സംഭവിച്ചിരിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയിൽ സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. ഇവർ 3 പേരെയും സർവീസിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടു. സ്കൂൾ കുട്ടികളെ അടക്കം കാർന്നു തിന്നുന്ന ലഹരി വിപത്തുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അധ്യാപകർക്ക് ഇടത് അധ്യാപിക സംഘടനകളുമായി അടുത്ത ബന്ധമെന്ന് തെളിയിക്കുന്ന കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്ത്. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റ് ഭാരവാഹികളായിരുന്ന അധ്യാപികമാരുടെ ശക്തമായ ഇടത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ 1-ാം പ്രതിയായ K. കാവ്യ, ഒപ്പം അറസ്റ്റിലായ PV നീഷ്മ എന്നിവർ KSTA തണലിൽ പ്രവർത്തിക്കുന്ന KRTA പ്രധാന നേതൃനിരയിൽ സജീവമായിരുന്നു. ഇരുവരും ഒരേ മേഖലയിലെ സ്കൂളുകളിൽ തുടർച്ചയായി താൽക്കാലിക ജോലി സംഘടിപ്പിക്കുന്നതിനും ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനും ഇടയാക്കിയത് LDF ഭരണകാലത്തെ ഈ രാഷ്ട്രീയ സ്വാധീനമാണെന്ന ആരോപണം കനക്കുകയാണ്. മുമ്പ് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇരുവരെയും ഭാരവാഹികളായി തെരഞ്ഞെടുത്ത ശേഷം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് KRTA KSTA ഔദ്യോഗിക സ്പെഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ച പ്രചാരണ പോസ്റ്ററുകളാണ് ഇപ്പോൾ നിർണായക തെളിവായി പുറത്തു വന്നിരിക്കുന്നത്. ഇത് പുറത്തു വന്നതോടെ തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സംഘടനയ്ക്ക് കഴിയാതെയായിട്ടുണ്ട്. മുമ്പ് കേസിൽ ആദ്യം അറസ്റ്റിലായ കായിക അധ്യാപികയായ കീർത്തനയുടെ കയ്യിൽ നിന്നും സൂംബ ഡാൻസ് പരിശീലന സമയത്ത് ലഹരി പദാർത്ഥം താഴെ വീണിരുന്നു. കുട്ടികൾ അത് കണ്ട് പരാതി പറഞ്ഞെങ്കിലും അന്വേഷണമുണ്ടായില്ല. പകരം സംഭവം ഒതുക്കി തീർക്കുകയായിരുന്നു. 3 അധ്യാപികമാരും ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി തേടിയാണ് അധ്യാപകർ ലഹരി ശൃംഖലയുമായി ബന്ധം സ്ഥാപിച്ചത്. കേസിൽ കൂടുതൽ അറസ്റ്റിനും പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പേരാമ്പ്രയിൽ വെച്ച് നടന്ന KRTA ജില്ലാ സമ്മേളനത്തിൽ വരെ ഇരുവരും സംഘടനയുടെ മുൻനിരയിൽ തന്നെ സജീവമായി പങ്കാളികളായിരുന്നു. അധ്യാപന രംഗത്തെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു നിർണയിക്കാനും പ്രാദേശികമായി സ്വാധീനം ഉറപ്പിക്കാനും പാർട്ടി ബന്ധത്തെ ഇവർ പരിചയമായി ഉപയോഗിച്ചിരുന്നതായും സഹപ്രവർത്തകർക്കിടയിലും സംസാരമുണ്ട്. എന്നാൽ MDMA അടക്കമുള്ള മാരകമായ രാസലഹരി കേസുകളിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും സംഭവം നാടാകെ വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തതോടെ ഭാരവാഹികളെ അടിയന്തരമായി തള്ളിപ്പറഞ്ഞ് തലയൂരാനാണ് സംഘടനാ നേതൃത്വം ശ്രമിക്കുന്നത്. ഇവർ കേവലം താൽക്കാലിക അധ്യാപകർ മാത്രമാണെന്നും കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ഇവരുടെ അംഗത്വം പുതുക്കിയിട്ടില്ലെന്നുമാണ് സംഘടനയുടെ ഔദ്യോഗിക വാദം. പക്ഷേ ലഹരി കേസ് പ്രതികൾക്ക് CPM നേതൃത്വവുമായും അനുബന്ധ സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ഈ പോസ്റ്ററുകൾ പുറത്തു വന്നതോടെ കൂടുതൽ ചർച്ചയാവുകയാണ്. മുൻ ഭരണകാലത്തെ സ്വാധീനം ഉപയോഗിച്ച് ലഹരി ഇടപാടുകൾ മറച്ചുവെക്കാനും അസോസിയേഷന്റെ ബാനർ ദുരുപയോഗം ചെയ്യാനും ശ്രമിച്ചുവെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. വിദ്യാഭ്യാസ മേഖലയിൽ ലഹരി മാഫിയയുടെ വേരുകൾ പടരുമ്പോൾ അതിന് കൂട്ടുനിന്നത് അധ്യാപകന്മാർ തന്നെയാണ് എന്നത് സമൂഹത്തെ വലിയ ഞെട്ടലാണ് എത്തിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് നേർവഴി കാണിക്കേണ്ടവർ തന്നെ ലഹരി വിതരണ ശൃംഖലയുടെ ഭാഗമായപ്പോൾ പഴയ സംഘടനാ തണലുള്ളതിനാൽ തങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന ധാർഷ്ട്യമാണ് പ്രതികളെ നയിച്ചതെന്ന് വ്യക്തമാകുന്നു. താൽക്കാലിക അധ്യാപക നിയമനങ്ങളിൽ പോലും രാഷ്ട്രീയ മുൻഗണന നൽകിയിരുന്നതിനാലാണ് ഇത്തരം പശ്ചാത്തലമുള്ള വ്യക്തികൾക്ക് സ്കൂളുകളിൽ എളുപ്പത്തിൽ കയറിപ്പറ്റാൻ സാധിച്ചത്. മുൻ ഭരണകൂടത്തിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും പാർട്ടി ബന്ധമുള്ളവരെ പരിശോധനകളില്ലാതെ സംരക്ഷിച്ച മുൻകാല നിലപാടുകളുമാണ് ഇതിന് വഴിമരുന്നിട്ടത്. VD സതീശൻ സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ അധ്യാപകമാർ കുടുങ്ങിയത്. MDMA വിതരണം ചെയ്തതിലും വിദ്യാർത്ഥികളിലേക്ക് ഇതിന്റെ കണ്ണികൾ എത്തിയോ എന്നതിലും ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിപുലമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. എത്ര ഉന്നത ബന്ധമുള്ളവരായാലും ലഹരി ശൃംഖല വളർത്തിയ കേസിൽ ഒത്തുതീർപ്പുണ്ടാകില്ലെന്ന നിലപാടിലാണ് പോലീസ് അന്വേഷണ സംഘം. പോസ്റ്ററുകളും
രേഖകളും ഡിജിറ്റൽ തെളിവുകളും അടിസ്ഥാനമാക്കി കൂടുതൽ സംഘടനാ ഭാരവാഹികളെയും ബന്ധപ്പെട്ടവരെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അധ്യാപക സമൂഹത്തിന് ആകെ വലിയ മാനക്കേടാണ് ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത്. MDMA ആവശ്യക്കാർ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നു. പണം ലഭിച്ചാൽ ഫോണിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ഇവിടെ മറ്റൊരാൾ ലഹരി കൈമാറും. ഇങ്ങനെ കീർത്തനയുടെ അക്കൗണ്ടിലെത്തിയ പണം പിന്നീട് മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പോയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ലഹരി മാഫിയയുടെയും ആവശ്യക്കാരുടെയും ഇടയിലെ കണ്ണിയായി ഇവർ പ്രവർത്തിച്ചതായിട്ടാണ് വ്യക്തമാകുന്നത്. ലഹരിക്കെതിരെ നാട്ടിലെ സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾക്കും സുംബ ഡാൻസിന് നേതൃത്വം നൽകുന്ന കായിക അധ്യാപികയാണ് കീർത്തന. യോഗ ക്ലാസും ഇവർ നടത്തിയിരുന്നു. മൂന്നാമതായി അറസ്റ്റ് ചെയ്യപ്പെട്ട നീഷ്മ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ളയാളാണ്. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ വിദ്യാഭ്യാസവും വിലയും നിലയുമുള്ള അധ്യാപകർ, ഡോക്ടർമാർ എന്നിവരെയൊക്കെയാണ് ലഹരി മാഫിയ വളരെ ആസൂത്രിതമായി തങ്ങളുടെ കണ്ണികളായി മാറ്റുന്നത്. സമൂഹത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ ലഹരി മാഫിയ വേരുകൾ ആഴത്തിലായിരിക്കുന്നുവെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഓപ്പറേഷൻ തൂഫാൻ വഴി ലഹരിയുടെ തായ്വേര് അറുത്തുമാറ്റാനുള്ള പോരാട്ടം അതിശക്തമായി തുടരണം. എല്ലാ കണ്ണികളിലേക്കും അന്വേഷണം എത്തിച്ചേരട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്.